ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭഗവാന്റെ ബാലരാമൻ്റെ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു. ഭഗവാന്റെ ആ ശിലയിലേക്ക് പ്രാണൻ പ്രദാനം ചെയ്തു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അത് നടന്നത്. എല്ലാവരും കണ്ടു കാണും ടി വിയിലത്. എന്തൊരു ഭംഗിയാണ്, എന്തൊരു തേജസ്സാണ് ആ ഭഗവാന്. കണ്ണു തുറന്ന് മന്ദസ്മിതം തൂകി നിൽക്കുന്ന ആ ഭഗവാന്റെ രൂപം എല്ലാവരും കണ്ടിട്ടുണ്ടാകും, എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും, എല്ലാവരും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ദീപാവലി ഭഗവാന്റെ സ്വഗൃഹത്തിലേക്ക് മടങ്ങിയെത്തി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും ആ പുണ്യദിനം ആഘോഷിച്ചു. രാജ്യം മുഴുവൻ ആഘോഷിച്ചു. നമ്മളെല്ലാവരും അത് ടി വിയിലൂടെ കണ്ട് സന്തോഷം, നമുക്കെല്ലാവർക്കും അത് സന്തോഷമാണ്. ഇനി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, നമുക്ക് ഓരോരുത്തർക്കും അവിടെ പോയി ഭഗവാന്റെ ആ തിരുരൂപം നേരിട്ടൊന്ന് കാണാൻ എല്ലാ ഭാരതീയരും ആഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും അതിനുള്ള ഒരു അവസരം ഭഗവാൻ തീർച്ചയായിട്ടും തരും. പ്രാർത്ഥിക്കുക. ഇനി നാളത്തെ ദിവസം ചൊവ്വാഴ്ച 23-ാം തീയതി ഏത് ദിവസമാണ്? ത്രയോദശിയാണ്. ത്രയോദശി ദിവസം നമ്മൾ എന്തായിട്ടാണ് ആഘോഷിക്കുന്നത്? നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം, പ്രദോഷമാണ്. നാളെ പ്രദോഷമാണ്, ചൊവ്വാഴ്ച വരുന്ന പ്രദോഷമാണ്. അതുകൊണ്ട് ചൊവ്വാഴ്ച വരുന്ന പ്രദോഷത്തിന് ഭൗമ പ്രദോഷം എന്നാണ് പറയുന്നത്. എല്ലാ മാസവും 2 പ്രദോഷം വരും. ശുക്ലപക്ഷ ത്രയോദശിയും കൃഷ്ണപക്ഷ ത്രയോദശിയും. നാളെ ശുക്ലപക്ഷ ത്രയോദശിയാണ്, പ്രദോഷമാണ്. ഇനി എന്താണ് പ്രദോഷത്തിൻ്റെ പ്രത്യേകത? നമുക്കറിയാം, നമ്മുടെ ചാനൽ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ. പാലാഴി കടയുന്നു. പാലാഴി കടഞ്ഞ് അമൃത് എടുക്കാൻ വേണ്ടിയിട്ടും ആ കൂട്ടത്തിൽ ഒരുപാട് ദിവ്യമായ ഒരുപാട് സാധനങ്ങൾ ആ പാലാടിയിൽ നിന്നും പുറത്തേക്ക് വന്നു. ആ സമയത്താണ് ദേവി സരസ്വതി, അതുപോലെ തന്നെ പാരിജാതം, കൽപ്പകവൃക്ഷം, ഭഗവാന്റെ ഹൃദയത്തിൽ നെഞ്ചോട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കൗസ്തുഭം, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മന്ധരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും പിടിച്ചുകൊണ്ടാണ് പാലാഴി കടയുന്നത്. ആ സമയത്ത് മന്ധരപർവ്വതം താഴേക്ക് താഴ്ന്നു പോയപ്പോഴാണ് ഭഗവാൻ കൂർമ്മരൂപത്തിൽ അവതരിച്ചത്. ആ ദ്വാദശിയാണ് ഇന്നത്തെ ദ്വാദശി, മഹാദ്വാദശി, കൂർമ്മദ്വാദശി. അങ്ങനെ ആ സമയത്ത് ഈ വാസുകിക്ക് ഭയങ്കരമായ ക്ഷീണം വരുന്നു. കാരണം ഇങ്ങനെ ഒരേകയാണ് 2 പേരും, അസുരന്മാരും ദേവന്മാരും ഈ മന്ധരപർവ്വതത്തെ ചുറ്റി വരഞ്ഞുകൊണ്ട് വാസുകിയെ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നു. വാസുകിക്ക് ഭയങ്കരമായ ക്ഷീണം വരികയും വാസുകി ഛർദ്ദിക്കാൻ പോവുകയും ചെയ്യുന്നു. എന്താണ് ഛർദ്ദിക്കാൻ പോകുന്നത്? കാളകൂട വിഷം. ആ സമയത്ത് വാസുകിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ ചുവന്നു വന്നപ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ ശ്വാസം മുട്ടുകയും ഒക്കെ ചെയ്തു. ആ സമയത്താണ് ഭഗവാൻ പരമശിവൻ എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി, കാളകൂട വിഷം താഴേക്ക് വീണാൽ നശിക്കും, ത്രിലോകങ്ങളും നശിക്കും. അതിനു വേണ്ടിയിട്ട് ഈ കാളകൂട വിഷം കയ്യിലേറ്റ് വാങ്ങുകയാണ്. ഇതെവിടെ കളയും? എങ്ങോട്ടും കളയാൻ കഴിയുകയില്ല. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അത് വിഴുങ്ങാൻ പോകുന്നു. വിഴുങ്ങാൻ പോകുന്ന സമയത്താണ് ദേവി പാർവതി ഭഗവാന്റെ കഴുത്തിൽ മുറുകെ പിടിക്കുന്നത്. അങ്ങനെ ഭയന്ന് മുറുകെ പിടിക്കുകയാണ്. അങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ ആ വിഷം അവിടെ ഉറച്ചു പോവുകയും അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് കിട്ടുന്നത്. വിഷഖണ്ഡൻ എന്നും പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഭഗവാന് ഒരു വലിയ ക്ഷീണമുണ്ടാകുന്നു. ആ ക്ഷീണത്തിൽ ഭഗവാൻ മയങ്ങുകയാണ്. അങ്ങനെ മയങ്ങി എഴുന്നേൽക്കുന്നു. ആ സമയത്ത് മയങ്ങുന്ന സമയത്ത് എല്ലാ ദേവന്മാരും പ്രാർത്ഥനയോടുകൂടി കൈലാസത്തിൽ ഇരിക്കുകയാണ്. അവസാനം ഭഗവാൻ എഴുന്നേൽക്കുന്നു. അങ്ങനെ ഭഗവാൻ എഴുന്നേൽക്കുന്ന ആ സന്ധ്യയാണ് ത്രയോദശി സന്ധ്യ. ആ സന്ധ്യയിൽ ഭഗവാൻ കണ്ണു തുറക്കുന്നു, എഴുന്നേൽക്കുന്നു. അപ്പോൾ സകല ദേവീദേവന്മാരും യക്ഷകിന്നരന്മാരും
ഗന്ധർവന്മാരുമെല്ലാം അവിടെ സന്നിഹിതരാണ്. അവരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്നു. പുഷ്പവൃഷ്ടികൾ നടത്തുന്നു ആ ത്രയോദശി സന്ധ്യയിൽ. അതിനുശേഷം ഭഗവാൻ ആനന്ദ നടനമാടുന്നു. നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനമാടി എന്നാണ് പറയുന്നത്. നന്ദി ഭഗവാൻ ഒരു സ്വല്പം അഹങ്കാരമുണ്ടായിരുന്നു, ഞാൻ വലിയ ഭക്തനാണ് എന്ന്. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനമാടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ത്രിസന്ധ്യയ്ക്ക്, പ്രദോഷ സന്ധ്യയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഭഗവാന്റെ രൂപം നടരാജ രൂപത്തിലാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്. നാളത്തെ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാന് ധാര വഴിപാട് ചെയ്യുക. അതാണ് ഏറ്റവും ഉത്തമം. ജലധാരയെങ്കിലും ചെയ്യാം, ക്ഷീരധാര ചെയ്യാം, ജലധാര ചെയ്യാം. അവനവൻ്റെ യഥാശക്തി വഴിപാട്. ജലധാരയ്ക്ക് 10 രൂപയ്ക്കേ ഉള്ളൂ. ജലധാര ചെയ്യാം. സന്ധ്യയ്ക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുക. രാവിലെ പോകാം, വൈകുന്നേരവും പോകാം. പക്ഷേ ഒരു നേരമേ പോകുന്നുള്ളെങ്കിൽ സന്ധ്യയ്ക്ക് പോകാൻ ശ്രമിക്കുക. കാരണം പ്രദോഷ സന്ധ്യയാണ് ഏറ്റവും പ്രധാനം. ഇനി പോകാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, തൊഴിലിടത്തിരുന്ന് പ്രാർത്ഥിക്കുക. തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കേണ്ട സമയം ഞാൻ പറഞ്ഞു തരാം. ആ സമയത്ത് പ്രാർത്ഥിക്കണം. ഭഗവാന്റെ നടരാജ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകും. കാരണം ആ സമയത്ത്, ആ ത്രിസന്ധ്യാ സമയത്ത്, പ്രദോഷ സന്ധ്യാസമയത്ത് എല്ലാ ദേവീദേവന്മാരും ഈ നൃത്തം കാണാൻ, ഈ ആനന്ദ നടനം കാണാൻ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹമുണ്ടാകും. ഭഗവാനും മറ്റു ദേവീദേവന്മാരും അത്യന്തം സന്തോഷിച്ചിരിക്കുന്ന ആ സന്ധ്യാസമയമാണ് പ്രദോഷ സന്ധ്യ. ഇനി പ്രദോഷവ്രതം എടുക്കുന്നത് എങ്ങനെ? തലേ ദിവസം നമ്മൾ ശുദ്ധാഹാരത്തിലൊക്കെ ഇരിക്കുക. എല്ലാവരും ശുദ്ധാഹാരത്തിലായിരിക്കും. കാരണം ഏകാദശി കഴിഞ്ഞ് നമ്മുടെ മഹാദ്വാദശി, ആ സമയത്ത് നമ്മൾ നോൺ വെജിറ്റേറിയൻ ഒന്നും ഉപയോഗിക്കത്തില്ല. അതിനുശേഷമാണ് പ്രദോഷം വരുന്നത്. അപ്പോൾ ആ സമയമെല്ലാം നമ്മൾ എന്താണ്? ശുദ്ധാഹാരത്തിൽ തന്നെയാണ്. പിറ്റേ ദിവസം പ്രദോഷവ്രതത്തിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത് രാവിലെ മുതൽ സന്ധ്യ വരെ ഒന്നും കഴിക്കില്ല. ജലം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. അങ്ങനെ ഉപവസിച്ചിരിക്കുക എന്നുള്ളതാണ് പ്രദോഷത്തിൻ്റെ വ്രതരീതി. എപ്പോൾ വരെ? സന്ധ്യ വരെ. സന്ധ്യയ്ക്ക് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കരിക്ക്, പഴവർഗ്ഗങ്ങളൊക്കെ ഭഗവാന് നൈവേദ്യം വെക്കാം. അത് പൂജിച്ച്, കരിക്ക് പൂജിച്ച് അവിടെ നിന്ന് തന്നെ ആ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കരിക്കും വെള്ളം കുടിച്ച് നിങ്ങൾക്ക് നമ്മളുടെ വ്രതം അവസാനിപ്പിക്കാം. പഴം നേദിച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. എന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്, ത്രിസന്ധ്യയ്ക്ക് ഭഗവാന്റെ അടുത്തു നിന്ന്. അതിനുശേഷം അരിഭക്ഷണം കഴിക്കണം. സാധാരണ നമ്മൾ പിറ്റേ ദിവസമാണ് അരിഭക്ഷണം കഴിക്കുന്നത്, ഏകാദശിക്കൊക്കെ ഇല്ലേ? പക്ഷേ പ്രദോഷത്തിന് അങ്ങനെയല്ല. സന്ധ്യ വരെ ഉപവസിക്കുക, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുക, വ്രതം മുറിക്കുക. അതിനുശേഷം അരിഭക്ഷണം കഴിക്കുക. ഉള്ളി, വെളുത്തുള്ളി മുതലായ സാധനങ്ങളൊന്നും ചേർക്കാതെ ചമ്മന്തി അരച്ച് മോരും കൂട്ടി ചോറുണ്ണുക. പച്ചരിച്ചോറാണെങ്കിൽ നല്ലത്, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചോറാണെങ്കിൽ നല്ലത്. അതിന് ഉള്ളിയൊന്നും ചേർക്കാതെ ഒരു ചമ്മന്തി അരച്ച്, ഇഞ്ചിയൊക്കെ ചേർത്ത് ചമ്മന്തി അരച്ച്, ഉള്ളി ചേർക്കരുത്. ഇച്ചിരി മോരും കൂട്ടി കഴിച്ചാൽ നമ്മൾ അത്രയും നേരം ഉണ്ടായിരുന്ന ആ ക്ഷീണമെല്ലാം മാറും. അത് നമ്മുടെ കരിക്കും വെള്ളം കുടിച്ചതിന് ശേഷമാണ്. ഇതാണ് പ്രദോഷ വ്രത രീതി. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ, മരുന്ന് കഴിക്കേണ്ടവരാണെങ്കിൽ ലഘുവായി എന്തെങ്കിലും കഴിച്ച് മരുന്ന് കഴിച്ചിരിക്കുക. ഗർഭിണികൾ, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവരൊക്കെ അരിഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് മറ്റെന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ പാലോ ഒക്കെ ഉപയോഗിക്കാം. നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് ആ രീതിയിൽ മാറ്റം വരിക. പക്ഷേ സന്ധ്യയ്ക്ക് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം അരിഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. അതിനു മുമ്പ് നമ്മൾക്ക് അറിയാം, നമ്മുടെ ആരോഗ്യസ്ഥിതിക്കും മറ്റ് സാഹചര്യങ്ങൾക്കും അനുസരിച്ച് നമ്മുടെ ആഹാര രീതിയെ ക്രമപ്പെടുത്തുക. ഇനി ജോലിക്ക് പോകുന്നു. സാധാരണ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകളാണ് നേഴ്സിംഗ് ജോലിക്ക് പോകുന്നവർ. അവരെന്താ ചെയ്യേണ്ടത്? വൈകുന്നേരമൊക്കെ ഷിഫ്റ്റായിരിക്കും. പകൽ സമയത്ത് നമ്മൾ കുളിച്ച് രാവിലെ പ്രാർത്ഥിച്ച് നമുക്ക് ആഹാരം കഴിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ആഹാരം കഴിക്കുക. നമ്മളെ കൊണ്ട് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. അതല്ല,
ജലം കുടിച്ചിരിക്കാം. പാലും പഴവും വളരെ നല്ലതാണ്. പാലും പഴവും കഴിച്ചിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും പാലല്ലെങ്കിൽ വെറും വെള്ളവും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇരുന്നിട്ട് സന്ധ്യയ്ക്ക് നിങ്ങൾ ഭഗവാനെ കയ്യിലൊരു പഴമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജലമോ വല്ലതും എടുത്ത് വെക്കുക. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബാഗിൽ, കുപ്പിക്കകത്ത് വെക്കുക, ജോലിക്ക് പോയിരിക്കുന്നവരാണെങ്കിൽ. അതിനുശേഷം സന്ധ്യയ്ക്ക് നിങ്ങളുടെ തൊഴിലിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഭഗവാനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പഴമായിട്ടുള്ളത് ഭഗവാൻ മനസ്സിൽ പറയുക. ഭഗവാനെ, ഇത് ഞാൻ അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, ഞാനിത് ഭഗവാന് നിവേദിച്ചതായിട്ട് അങ്ങ് സ്വീകരിച്ച് ഞാനിത് കഴിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമ്മൾ ക്ഷമയൊക്കെ പറഞ്ഞ്, എൻ്റെ തൊഴിലാണ് ഈശ്വരൻ അല്ലേ, അപ്പോൾ അത് ഭഗവാനോട് പറഞ്ഞ് ഈ പഴം അവിടുന്ന് സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് ഒരു നിമിഷം നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ആ പഴം നമുക്ക് കഴിക്കാം. ഇത്രയൊക്കെ മതി. ഭഗവാൻ എല്ലാം അറിയാം. അല്ലാതെ ഭഗവാൻ ഒരിക്കലും പറയില്ല ജോലിയൊക്കെ കളഞ്ഞേച്ച് നീ ഇവിടെ വന്ന് അമ്പലത്തിൽ വന്നിരിക്കുന്നത് ഭഗവാൻ ഒരിക്കലും പറയില്ല. തൊഴിലാണ് ഈശ്വരൻ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ പഴമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ചോറുണ്ടാം. അതാണ് ചെയ്യേണ്ടത്. പരമാവധി സമയം പ്രാർത്ഥിക്കുക. പ്രദോഷവ്രതം എടുക്കുന്നവർ. ഇനി വ്രതം എടുക്കുന്നില്ല, ജോലി സ്ഥലത്തൊക്കെ പോകുന്നു, അങ്ങനെയുള്ളവർ പരമാവധി സമയം നമഃശിവായ മന്ത്രം ജപിക്കുക. ത്രിസന്ധ്യാസമയത്ത് നിങ്ങൾ ഭഗവാന്റെ നടരാജ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഈ ഭൗമപ്രദോഷത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ചൊവ്വാ സംബന്ധമായ എല്ലാ ദോഷങ്ങളും അകറ്റുന്നതിന് ഭൗമപ്രദോഷം എടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജാതകത്തിൽ ചൊവ്വാ സംബന്ധമായ ദോഷങ്ങളുള്ളവരോ ചൊവ്വാ ദോഷമുള്ളവരോ ഇപ്പോൾ ചൊവ്വാദശ അനുഭവിക്കുന്നവരോ ഈ വ്രതം നിർബന്ധമായും എടുക്കണം. ഭഗവാനെ പ്രാർത്ഥിക്കണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ കടത്താൽ സാമ്പത്തിക ദുരിതത്താൽ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം, അതായത് ഈ പ്രദോഷ ദിവസം ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യാം, പ്രാർത്ഥിക്കാം. ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കാം. ഹനുമാൻ സ്വാമിക്ക് വട, ലഡു മുതലായവയൊക്കെ നമുക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം. ഹനുമാൻ ചാലീസ നമുക്ക് ചൊല്ലാം. അതുകൂടാതെ ചൊവ്വാഗ്രഹത്തിൻ്റെ അഷ്ടോത്തര ശതനാമാവലിയുണ്ട്. അത് നമ്മൾ ജപിച്ചാൽ, അതായത് ചൊവ്വാഗ്രഹത്തിൻ്റെ 108 നാമങ്ങളാണ്. ആ നാമങ്ങൾ നമ്മൾ പ്രദോഷ സന്ധ്യയ്ക്ക് ജപിച്ചാൽ നമ്മുടെ കടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. നമ്മുടെ കടങ്ങൾ മാറാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഭഗവാൻ നമ്മുടെ മുമ്പിൽ തെളിച്ചു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരെയൊക്കെയാണ്? ആദ്യം നമ്മൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. അതിനുശേഷം ഭഗവാൻ പരമശിവനെ പ്രാർത്ഥിക്കണം. ശിവസഹസ്രനാമം ജപിക്കാം. നമഃശിവായ മന്ത്രം 108 തവണ ജപിക്കാം. മറ്റെന്തെങ്കിലുമൊക്കെ നാമങ്ങൾ നമുക്കറിയാമെങ്കിൽ അതൊക്കെ ചൊല്ലാം. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട മറ്റ് ദേവതകളെ എല്ലാം പ്രാർത്ഥിക്കാം. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം നിർബന്ധമായും. അതുപോലെ ചൊവ്വാഗ്രഹത്തിനെയും പ്രാർത്ഥിക്കണം. ചൊവ്വാഗ്രഹത്തിൻ്റെ അഷ്ടോത്തര ശതനാമാവലി നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ അത് ഞാനൊരു വീഡിയോ ആയിട്ടിടാം. നിങ്ങളത് എഴുതിയെടുത്താൽ മതി. ആർക്കെങ്കിലും അത് വേണമെങ്കിൽ കമൻ്റ് ഇടൂ, അപ്പോൾ ഞാനത് പറഞ്ഞു തരാം. അങ്ങനെ ചെയ്യുക. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി ത്രയോദശി സന്ധ്യയിലെ പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത്, അതായത് ആ സന്ധ്യയുടെ പ്രാർത്ഥനാ സമയമെന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് 6:25 മുതൽ 8:39 വരെയുള്ള സമയമാണ് പ്രദോഷ സന്ധ്യാപ്രാർത്ഥനാ സമയം. 6:25 മുതൽ 8:39 വരെയുള്ള സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ 8:39 മുമ്പ് നിങ്ങളുടെ പ്രാർത്ഥന കഴിഞ്ഞു, 6:25 പ്രാർത്ഥിക്കാൻ തുടങ്ങി, 7:15 7:30 ആയപ്പോൾ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുടെ വ്രതം മുറിക്കാം. ഇനി 7 മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ 7 മണിക്ക് വ്രതം മുറിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അരിഭക്ഷണം കഴിക്കാം. ഈ 8:39 വരെ വളരെ ശുഭകരമായ സമയമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ സമയത്ത് നമുക്ക് ഈ പ്രാർത്ഥനകളെല്ലാം നടത്താം. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.